ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ 5ാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡയറക്റ്റ് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്. പ്രായോഗികത പരിഗണിച്ച് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് ഇന്ന് പൊതുവിൽ നിലവിലുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ജനാധിപത്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിന് പല പോരായ്മകളുമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് പല പോരായ്മകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ജനങ്ങൾക്ക് നിയന്ത്രണമില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പോരായ്മ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല വാഗ്ദാനങ്ങളും രാഷ്ട്രീയക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആ വാഗ്ദാനങ്ങൾ ചിലപ്പോൾ അവർ നിറവേറ്റണം എന്നില്ല. ആ സമയത്ത് ജനങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രീതിയിലൊരു പ്രശ്നം. അതുപോലെ തന്നെ ഇവരുടെ അഴിമതിയോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ പോരായ്മ വരുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി ഡയറക്റ്റ് ഡെമോക്രസിയിലെ ചില രീതികൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഡെമോക്രസിയിലെ ചില രീതികൾ, പ്രത്യേകിച്ച് റഫറൻഡം, റീകോള് തുടങ്ങിയിട്ടുള്ള രീതികൾ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് റഫറൻഡമാണ്. പൊതുജനാഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ് റഫറൻഡം എന്നുള്ള പദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. 2 രീതിയിലുള്ള റഫറൻഡംസ് ആണുള്ളത്. ഒന്ന് കമ്പൾസറി അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ളത്. ചില നിയമങ്ങൾ പാസ്സാക്കുവാൻ ജനങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രധാനമായും ഭരണഘടനാ ഭേദഗതികൾ ഇതിൽ വരുന്നു. അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ മാത്രം പാസ്സാക്കിയാൽ പോരാ. ആ നിയമം വോട്ടിനിട്ടിട്ട് ജനങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അത്തരം നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന രീതിയിൽ പ്രധാനമായിട്ടും ഭരണഘടനാ ഭേദഗതികളൊക്കെയാണ് വരുന്നത്. പല രാജ്യങ്ങളിലും ഭരണഘടനാ ഭേദഗതി നടത്തണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ടിനിട്ടിട്ട് അതിൽ ഭൂരിപക്ഷം നൽകിയാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ നിർബന്ധമായിട്ടും ജനങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമുള്ള നിയമങ്ങളാണ് കമ്പൾസറി റഫറൻഡത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് ഓപ്ഷണൽ ആണ്. അത് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. ജനങ്ങൾക്ക് റഫറൻഡം ആവശ്യപ്പെടാനുള്ള അധികാരമാണ് അവിടെ ലഭിക്കുന്നത്. അതായത് പാർലമെന്റ് നിയമം പാസ്സാക്കും, ജനങ്ങൾക്ക് വേണമെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ കൂടി അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെടാം. നിശ്ചിത ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ബില്ലുകൾ റഫറൻഡത്തിൽ അവതരിപ്പിക്കണം. നമുക്കറിയാം, ഓരോരുത്തരും പോയിട്ട് ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ പാർലമെന്റിന്റെ പ്രവർത്തനം നടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് ഒരു നിശ്ചിത എണ്ണം ജനങ്ങൾ ഇത് ആവശ്യപ്പെട്ടാലാണ് റഫറൻഡത്തിന് അവതരിപ്പിക്കുക. സാധാരണഗതിക്ക് 30,000 പേരാണ് ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ 30,000 പേര് ഒപ്പിട്ടുകൊണ്ട് ഇതുപോലെ ഒരു നിയമം ഞങ്ങൾക്ക് പാസ്സാക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയണമെന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ നിയമം പിന്നെ റഫറൻഡത്തിലൂടെ ജനങ്ങൾ പാസ്സാക്കിയാൽ മാത്രമേ നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുള്ളൂ. ഇതാണ് ഓപ്ഷണലിൽ വരുന്നത്. ഇനി റഫറൻഡത്തിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഗുണം നമുക്കറിയാം, നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്കാണ് പൂർണ്ണ അധികാരം വരുന്നത്. അപ്പോൾ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കണോ വേണ്ടയോ എന്നുള്ളതിൽ അവസാന വാക്ക് ജനങ്ങൾക്കാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകാധിപത്യ പ്രവണതകൾ തടയാൻ കഴിയുന്നു. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത് എന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളുടെ അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നു. നമുക്കറിയാം, നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രാധാന്യമുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയുന്ന സാഹചര്യം ഇല്ല. ഏത് പാർട്ടികൾ ജയിക്കണം എന്നതിലാണ് ജനങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഒരു അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യമാണുള്ളത്. അത് ഇത്തരം റഫറൻഡം എന്നുള്ള സംവിധാനം വരുമ്പോൾ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അടുത്തൊരു ഗുണം വരുന്നത്. ഇനി ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത് നിയമനിർമ്മാണ സഭയുടെയും ഭരണ സ്ഥാപനങ്ങളുടെയും അതോറിറ്റി പരിമിതപ്പെടുത്തുന്നു. അതായത് ജനങ്ങൾക്കാണ് കൂടുതൽ അധികാരം എന്നുള്ള സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഈ പാർലമെന്റിന്റെ അതുപോലെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അതോറിറ്റി ഇല്ലാതാവുന്ന സാഹചര്യം വരുന്നു.
അതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വ ബോധം ചിലപ്പോൾ ഇല്ലാതെ വരാം. കാരണം ജനങ്ങൾ വേണമെങ്കിൽ അവർക്കുള്ള നിയമം അവർ കൊണ്ടുവന്നോളൂ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം പക്ഷെ അവർ കാണിക്കണം എന്നില്ല. ഇനി ജനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അറിവ് ഉണ്ടാകണം നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ജനാധിപത്യത്തിന്റെ വിജയത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണെന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായമാണ് എന്നതുകൊണ്ട് മാത്രം അത് നല്ലൊരു അഭിപ്രായം ആകണം എന്നില്ല. ഇനി നിരന്തരമായ തെരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ താല്പര്യം ഇല്ലാതാക്കും. അപ്പോൾ ഓരോ നിയമം പാസ്സാക്കണോ വേണ്ടേ എന്നതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെടും. ഇപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വല്ലപ്പോഴും വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ആളുകൾ അതിൽ വലിയ ആവേശം കാണിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങൾ താല്പര്യം കാണിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. അടുത്തത് വരുന്നത് ഇനീഷ്യേറ്റീവ് ആണ്. റെഫറൻഡത്തിൽ നമ്മൾ കണ്ടത് ഒരു നിയമം പാസ്സാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കുന്നതാണെങ്കിൽ ഇനീഷ്യേറ്റീവില് ജനങ്ങൾ തന്നെ നിയമം അവതരിപ്പിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു നിയമം വേണമെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജനങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു നിയമം വേണമെന്നുള്ള കാര്യം പാർലമെന്റിൽ പറയാൻ വേണ്ടി സാധിക്കും. രണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. ഒന്ന് ഫോർമുലേറ്റഡും ഒന്ന് അൺഫോർമുലേറ്റഡും. ഫോർമുലേറ്റഡിൽ സംഭവിക്കുന്നത് പൂർണ്ണമായ രൂപത്തിലുള്ള നിയമം ജനങ്ങൾ ലെജിസ്ലേറ്ററിന് സമർപ്പിക്കുന്നു. അപ്പോൾ ആ നിയമത്തിന്റെ ഒരു എല്ലാ കൃത്യമായിട്ടുള്ള വശങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപമാണ് അവർ ഈ പാർലമെന്റിന് സമർപ്പിക്കുന്നത്. അവർ അത് റഫറൻഡം വഴി ജനഹിത പരിശോധന നടത്തിയിട്ട് അത് പാസ്സാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഇനി അൺഫോർമുലേറ്റഡിനകത്ത് സംഭവിക്കുന്നത് നമുക്കറിയാം, ജനങ്ങൾക്ക് ഇങ്ങനെ നിയമവശങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു നിയമം രൂപപ്പെടുത്താനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശയമാണ് പ്രകടിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആശയം അവർ അവതരിപ്പിക്കും. അത് എല്ലാ പഴുതുകളൊക്കെ നോക്കിക്കൊണ്ട് നിയമപരമായ വശങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ലെജിസ്ലേച്ചർ ഒരു നിയമമായിട്ട് നിയമരൂപത്തിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഈ നിയമം നേരത്തെ പറഞ്ഞ റഫറൻഡത്തിലൂടെ ജനങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നു. അതാണ് ഇനീഷ്യേറ്റീവിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റഫറൻഡത്തിനകത്ത് ഒരു നിയമം പാസ്സാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് ജനങ്ങൾ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിയമം വേണം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് പാർലമെന്റിനോട് ആവശ്യപ്പെടാനുള്ള ഒരു അവകാശമാണ് ഇനീഷ്യേറ്റീവിലുള്ളത്. ഇനി ഇനീഷ്യേറ്റീവിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നേരത്തെ റഫറൻഡത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നത്. അത് കൂടാതെ വരുന്നത് ജനങ്ങൾ നിയമത്തിന് വിധേയരായിരിക്കും എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നിയമം എന്നുള്ള രീതിക്ക് ജനങ്ങൾ അത് പൊതുവിൽ അനുസരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. പിന്നെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അധികാരം ലഭിച്ചു പോയിട്ടുള്ള രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷെ പരിഗണിക്കണം എന്നില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ജനങ്ങൾ അവരവരുടെ കാര്യങ്ങൾ സ്വയം പരിഗണിക്കാനുള്ള അവകാശം ഉണ്ടാവുമ്പോൾ അങ്ങനെ ജനതാല്പര്യം സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ദോഷകരമായിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ലെജിസ്ലേറ്ററിന്റെ ഉത്തരവാദിത്തം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾ തന്നെ നിയമമാക്കി കൊണ്ടുവന്നോളുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഈ പാർലമെന്റിലുള്ള ആളുകൾ ഈ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധം ചിലപ്പോൾ കാണിക്കണം എന്നില്ല. പിന്നെ ജനങ്ങൾ സമർപ്പിക്കുന്ന നിയമങ്ങൾ ആശയക്കുഴപ്പമോ സങ്കീർണതയോ സൃഷ്ടിക്കാം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ജനങ്ങൾ പറയുന്നതാണെന്ന് കരുതിയിട്ട് ഒരു കാര്യം ശരിയാകണം എന്നില്ല. കാരണം അത് ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തേക്ക് ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാത്രമല്ല ജനങ്ങളുടെ പല തീരുമാനങ്ങളും വൈകാരികതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു അക്രമ സംഭവമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പൊതുജനാഭിപ്രായം ഉണ്ടാവും, നമ്മൾ എന്താണ് അവരെ തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വൈകാരികമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ആ രീതിയിൽ ഒരുപക്ഷെ ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷയൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള നിയമങ്ങളൊക്കെ ജനങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇനീഷ്യേറ്റീവിന്റെ പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് വരുന്നത് പ്ലെബിസിറ്റ് ആണ്. ഒരു വിഷയത്തെ കുറിച്ചുള്ള പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലെബിസിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ഇവിടെ നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വീകാര്യതയാണ് പരിശോധിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മുടെ രാജ്യം എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അമേരിക്കയും ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ നമ്മുടെ രാജ്യം എന്ത് നിലപാടാണ് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല.
അത്തരം നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതാണ് പ്ലെബിസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ നെപ്പോളിയൻ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം പൊതുവിൽ ഈ ഡയറക്റ്റ് ഡെമോക്രസി മാർഗങ്ങൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നില്ല. അതിൽ തന്നെ ഉപയോഗിക്കുന്നവർ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ പ്രവൃത്തിയുടെ പിന്തുണ ഉറപ്പുവരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അവരുടെ നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ സ്വീകാര്യതയാണ് പ്ലെബിസിറ്റിനകത്ത് പരിശോധിക്കുന്നത്. ഇനി ഡയറക്റ്റ് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലാസ്റ്റ് വരുന്നത് റീകോൾ ആണ്. അതായത് തിരിച്ചു വിളിക്കുക എന്നുള്ള അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. ഇവിടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന സംവിധാനം. നമുക്കറിയാം, നമ്മൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിശ്ചിത കാലത്തേക്കായിരിക്കും. നമ്മുടെ നാട്ടിൽ 5 വർഷമാണ്, ചില രാജ്യങ്ങളിൽ 4 വർഷമോ 6 വർഷമോ ഒക്കെയാണ്. ആ കാലാവധി കഴിയുന്നതിന് മുമ്പേ അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള അവകാശമാണ് റീകോൾ എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒന്ന്, അവരുടെ പ്രവർത്തനം മോശമാകുന്നതാണ്. മറ്റൊന്ന്, അവരുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. കാരണം ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും കൊടുക്കും, ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലും അവരുടെ പ്രവർത്തനം മോശമാവുന്ന സാഹചര്യത്തിലും അവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന ഒരു സംവിധാനമാണ് റീകോളിനകത്ത് വരുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇലക്ഷനിൽ ജയിക്കാൻ ഭൂരിപക്ഷം വേണമെന്ന് പറയുന്നത് പോലെ തന്നെ ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഗുണവും ദോഷവുമായിട്ട് വരുന്നത്, ഒന്ന്, എപ്പോഴും ജനങ്ങളോടും ഉത്തരവാദിത്തം കാണിക്കുന്നുള്ളതാണ് ഗുണം. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ജനങ്ങൾക്ക് അവരെ പുറത്താക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ അടുത്ത ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എപ്പോഴും ജനങ്ങളോടൊരു ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ദോഷമായിട്ട് വരുന്നത്, തെറ്റ് സംഭവിക്കുമോ എന്ന ഭയം പ്രവർത്തനത്തെ ബാധിക്കും. അതായത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാകുമോ എന്നുള്ള കാരണം കൊണ്ട് അവർ പുതിയതായിട്ടൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ കാര്യങ്ങൾ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്ന രീതിയിൽ മാത്രം ഒരുപക്ഷെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടാവും, വിമർശനങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട്. അതാണ് അതിൻ്റെ ഒരു ദോഷമായിട്ട് വരുന്നത്. പിന്നെ ജനങ്ങളുടെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ജനങ്ങൾ എപ്പോഴും മാന്യന്മാരായിരിക്കണം എന്നില്ല. അവർ ചിലപ്പോൾ വേറെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആളുകളെ തിരികെ വിളിക്കുന്നുള്ളതാണ്. കാരണം വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടോ ഒക്കെ ആളുകൾ ഇവരെ തിരിച്ചു വിളിക്കാം. ശരിയായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ ആളുകൾ ഇവരെ തിരിച്ചു വിളിക്കാം എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.